മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 59 മണ്ഡലങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 33 മണ്ഡലങ്ങൾ BJPയുടെ കയ്യിലാണുള്ളത്. അത് നിലനിർത്താൻ അവരെന്ത് വേലത്തരവും കാണിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ തുറന്നു പറഞ്ഞതാണ്. അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശിലെ താരാ ജാവൻപൂർ എന്ന മണ്ഡലത്തിലേക്ക് BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അടങ്ങുന്ന കുറച്ച് ഗുണ്ടകൾ കടന്നു വരുന്നു. ആ ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തി പറയുന്നു, ഞങ്ങൾ 500 രൂപ തരും, നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ഞങ്ങൾ മഷി പുരട്ടുകയും ചെയ്യും, നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല, എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വേറെയായിരിക്കും എന്ന് പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ജനാധിപത്യം തകർന്നു എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. EVM മിഷനുകളിൽ അട്ടിമറി നടത്തുന്നു, ഒരു സുരക്ഷാ സംവിധാനവുമില്ലാതെ വോട്ടിംഗ് മിഷനുകൾ കൊണ്ടുപോകുന്നു. അമേത്തിയിലടക്കം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടക്കുന്നു. നേതാക്കന്മാരും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ രംഗത്ത് വരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നില്ല. ഇവിടെ സംഭവിച്ചത് ഒന്ന് നോക്കുക. അങ്ങനെ താരാ ജവാൻപൂരിലെ ആ ഗ്രാമവാസികളിൽ ചിലർ ഭയന്ന് മിണ്ടാതിരുന്നപ്പോൾ 1-2 പേർ പരാതിപ്പെടാൻ മുന്നോട്ട് വന്നു. അങ്ങനെ പരാതിപ്പെടാൻ മുന്നോട്ട് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്, പരാതിയിൽ ബലം പ്രയോഗിച്ചു എന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന ഒരു സെറ്റിൽമെന്റ് എന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. UPയിലെ BJPക്ക് സ്വാധീനമുള്ള പല മേഖലകളിലും, പല മണ്ഡലങ്ങളിലും, പല ഗ്രാമങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നുള്ളത്. നേരത്തെ തന്നെ പോയി പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളെയും ദളിതരെയും മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തി ആ വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നുള്ളത്. ഈ യാഥാർത്ഥ്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരിക്കലും ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. അതാണ് പറഞ്ഞത്, ജനാധിപത്യം തകർന്നു പോയിരിക്കുന്നു, മാറ്റം ഈ രാജ്യത്തിന് അനിവാര്യമാണ്. എന്തായാലും ഈ വിഷയം വലിയ ചർച്ചയായി എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഏക കാര്യം. അല്ലാതെ എന്ത് പറയാനാണ്? എല്ലായിടത്തും ഇത് നടക്കുന്നു. ഒരു വിഷയത്തിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല. അത് മാത്രമല്ല, സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. പുരുഷന്മാരുടെ കൈകളിലേക്ക് മഷി പുരട്ടി 500 രൂപ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്ത്രീകളെയും ബലമായി പിടിച്ചു കൊണ്ടുപോയി അവരുടെ വിരലിൽ മഷി പുരട്ടി അവർക്കും 500 രൂപ കൊടുത്ത് പറയുകയാണ്, ഇത് മര്യാദയാണ്. ഇത് മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത്. ഇനിയും ഞങ്ങൾക്കെതിരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരിടൽ നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവർക്ക് അക്രമങ്ങൾ സംഭവിക്കാതിരിക്കാൻ കാരണമാകും. കാരണം അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് നേരെ ആക്രമണം നടത്താതിരിക്കാനുള്ള ഒരു കാരണമായി മാറും എന്നല്ലാതെ മറ്റൊരു കാര്യവും ഈ വിഷയത്തിൽ നടക്കുകയില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.